ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിലും നെയ്യും ചൂടായിരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ജീരകം എല്ലാം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കണം. ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിൽ പാകത്തിന് ഉപ്പും ഇട്ട് അരിയും ഇട്ട് വേവിച്ചെടുത്തതാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം.